ഇപ്പോൾ അരുൺ അരുൺരാജ് ചേരുന്നു. അരുൺരാജിനൊപ്പം സോണിയ തിലകനുണ്ട്. അരുൺ, സോണിയ ഇപ്പോൾ അമ്മ മാഫിയ സംഘമാണ്, അവർ നേരായ വഴിക്ക് പോകുന്നവരല്ല എന്ന് ഒരുപക്ഷെ നടാടെ പറയുന്നത് സോണിയയുടെ അച്ഛൻ സാക്ഷാൽ തിലകനാണ്. ചോദിച്ചോളൂ സോണിയോട്. തീർച്ചയായും ഹാഷ്മി ചോദിച്ച ചോദ്യം സോണി എന്തായാലും കേട്ടിട്ടുണ്ട്. ഹാഷ്മി ചോദിച്ച ചോദ്യം കേട്ടിരുന്നു. കാരണം ഈ സംഘടനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഈ സിനിമാ രംഗത്ത് വലിയ രീതിയിലുള്ള പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞ വ്യക്തി തിലകൻ സാറാണ്. അത് കാലം തെളിയിച്ചിരിക്കുകയാണ്. ആ കാലത്തിന്റെ കാവ്യനീതി പോലെ ഓരോ രാജ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെ കാണുന്നു? ആക്ച്വലി ഞാൻ എന്റെ അച്ഛന്റെ സഹോദരൻ മരിച്ചിട്ട് മരണ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് സംസാരിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് മാത്രമല്ല, ഞാൻ ആ ന്യൂസ് ഫുള്ളായിട്ട് കണ്ടതുമില്ല. ഇപ്പൊ ഞാൻ കേട്ടതനുസരിച്ചിട്ട് അമ്മയിലെ എല്ലാ അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ശുഭപ്രതീക്ഷയുടെ തുടക്കം തന്നെയാണ്. ഒരു അതിജീവിത അവർക്ക് പറയാനുള്ളതെല്ലാം 4 വർഷം കൊണ്ട് വന്ന റിപ്പോർട്ട് വീണ്ടും ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു നീതിക്കായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് സ്ത്രീകളെല്ലാം കൂടി ഒരുമിച്ചപ്പോൾ, അതായത് പെണ്ണൊരുമ്പിട്ടാൽ ബ്രഹ്മണ്യം തടക്കാനാവില്ല എന്നൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു പുതിയ ശുദ്ധികലശത്തിന് കാരണമാവുന്നതിൽ സന്തോഷമുണ്ട്. ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ അതിന്റെ അമ്മയുടെ സംഘടനയുടെ തലപ്പത്തിരുന്നവർ കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരു ക്രൈസിസ് വരുമ്പോ ആ സംഘടനയിലെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ അമ്മയെയും പെങ്ങന്മാരെയും നോക്കാതെ ഒളിച്ചോടുന്ന നേതാക്കന്മാരെ ആ തലപ്പത്ത് കൊണ്ടുവരാതെ നട്ടെല്ലും ആർജവവും ആണത്തും സ്ത്രീപക്ഷം അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്ന സ്ത്രീ ജനങ്ങളെ ആ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ഇതിലെ ഈ എഗെയിൻ ഒരു പുതിയ 15-അംഗ പവർ കമ്മിറ്റി ഉണ്ടായി അവരുടെ പപ്പറ്റായിട്ട് ഇരിക്കുന്ന സ്ത്രീകളെ വയ്ക്കാതെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊരു പ്രമാണിയെ കൊല്ലുമ്പോൾ അടുത്ത പ്രമാണി ജനിക്കുന്നു എന്നൊരു ഇതുണ്ട് അതില്. അതുപോലെ വീണ്ടും ഇതുപോലൊരു പവർ വിളയാട്ടം നടത്താതെ മീൻസ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടെ ഓരോ പുതിയ സിനിമകൾ എടുക്കാനും അല്ലെങ്കിൽ ഇതിന്റെ പാഷനായിട്ട് ആഗ്രഹിച്ചു വരുന്നവർക്കും ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണിത്. എന്റെ അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു ഈ സംഘടന പിരിച്ചുവിടണം എന്ന്. അത് തന്നെ ഞാനും ആവർത്തിച്ചിരുന്നു. പക്ഷെ കുറച്ച് സ്ത്രീകൾ വിചാരിച്ചപ്പോ ഇത്രയേറെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചതിൽ സത്യം പറഞ്ഞാൽ ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും എല്ലാവരും ഇത് ഒരു കൊടുങ്കാറ്റായിട്ട് തന്നെ മാറിയ സ്ഥിതിക്ക് എല്ലാവരും പുറത്തു വന്ന് അടുത്ത നടപടികളിലേക്കും കൂടി കടക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. അല്ല ശ്രീമതി സോണിയ തിലകൻ, ഇത് താങ്കൾ ആശങ്കപ്പെടുന്ന പോലെ ഒരു പ്രമാണിയെ കൊന്നാൽ അടുത്ത പ്രമാണി എന്ന മട്ടിൽ, ഒരു 15-അംഗ പവർ ഗ്രൂപ്പ് കഴിഞ്ഞാൽ അടുത്ത 15-അംഗ പവർ ഗ്രൂപ്പ് എന്ന മട്ടിൽ ഉണ്ടാവാൻ ഇതൊരു സാധാരണ കാലമല്ല, ഇതൊരു യുദ്ധകാലമാണ്. യുദ്ധം തുടങ്ങി വെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തുവരലാണ്. പൊതുജനം കാണുന്നുണ്ട്. അതുകൊണ്ട് പഴയകാല മട്ടിൽ കീഴ്വഴക്കം പോലെ ഒരു 15-അംഗ പവർ ഗ്രൂപ്പ് മാറുന്നു, അടുത്ത 15-അംഗം വരുന്നു എന്നതിനി സാധ്യമല്ല സോണിയ. ഇനി അവർ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചാലും അത് സാധ്യമല്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും ഇപ്പോഴത്തെ യുവതലമുറയുടെ ചിന്താ രീതി തന്നെ വ്യത്യസ്തമാണ്. ഈ പഴയ മാടമ്പി പ്രമാണി സുൽത്താൻ ടൈപ്പ് അല്ല. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ശ്രീ പൃഥ്വിരാജ് പറഞ്ഞ മറുപടി. അദ്ദേഹത്തിന്റെ ഫാദറിനെ ശ്രീ സുകുമാരനെയും ഇതേപോലെ പുറത്താക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ വിലക്കുകളുടെയൊക്കെ കയ്പുനീര് രുചിച്ചറിഞ്ഞ് തന്നെയാണ് പൃഥ്വിരാജ് ഇന്നത്തെ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടു. അതിൽ അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകളാണ് എടുത്തിട്ടിരിക്കുന്നത്. നിലപാടുകളുള്ള അച്ഛന്റെ മകനാണ് പൃഥ്വിരാജ്. തീർച്ചയായും നേതൃനിരയിലേക്ക് വരാൻ വളരെയധികം അർഹനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ശ്രീ ജഗദീഷ്, അറിവും ആ കോളേജ് പ്രൊഫസറിന്റെ അറിവും നിയമത്തെക്കുറിച്ചുള്ള അറിവും അദ്ദേഹത്തിന് ഈ ഒരു ലാസ്റ്റ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് പുതിയ തലമുറയ്ക്ക് ആവശ്യം. അതല്ലാതെ വീണ്ടും എഗെയിൻ പുതിയൊരു പവർ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് പോകുന്ന രീതിയിലല്ല ഇനിയൊരു ഈ സംഘടന പുനഃസംഘടിപ്പിക്കുകയാണെങ്കിലും. അല്ല സോണിയ തിലകൻ, ഇവിടെ തീർത്തും വ്യക്തിപരമായ അത് മോഹൻലാലിന്റെ കാര്യം മാത്രമാണെങ്കിലും ഇത്രത്തോളം ഒരു റിപ്പോർട്ട് ഇമ്പാക്ട് ഉണ്ടാക്കി നിൽക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ ഒരു വരിയെങ്കിലും പ്രതികരിക്കേണ്ടതാണ് സോണിയ. അത് മോഹൻലാലിന് തീർത്തും ഏറ്റവും പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒഴിഞ്ഞ് അമ്മ എന്ന താരസംഘടന ഇല്ലാതായി കഴിയുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ കൂടിയും മോഹൻലാലിന് ബാധ്യതയില്ലേ ഒരു വരിയിലെങ്കിലും അതിനോട് പ്രതികരിക്കാൻ? അതാണ് ഈ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒരു ക്രൈസിസ് ഉണ്ടായപ്പോ ഒളിച്ചോടിയ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടും.
അല്ലാതെ ഇപ്പൊ വിലക്കാനും ഈ കുറ്റം ചെയ്തവരെ ഇതിനകത്ത് നിർത്താനും ഒക്കെ നടത്തുന്ന പ്രസ് മീറ്റുകളിലെ ആർജവം പോയിട്ട് നമ്മൾക്ക് കാണാനില്ല. എല്ലാരും ചോദിക്കുക എവിടെ പോയി, ഒളിവിലാണോ? എത്ര മോശമാണ്. ഞാൻ ആലോചിക്കുക അത് ഇതൊക്കെ കേട്ടിട്ട് ആക്ച്വലി. അല്ല സോണിയ, ഇവിടെ എന്താണ് ഇപ്പോൾ സോണിയ പറയുന്നുണ്ട് 4 സ്ത്രീകൾ സ്ത്രീകൾ നേർക്കുനേർന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ താരാധിപത്യം, ഈ സിംഹാസനങ്ങൾ. നല്ല കാര്യമാണ്, അത് ജനാധിപത്യ നാട്ടിൽ നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ പോലും ഇവിടെ നോക്കൂ സോണിയ, അതിൻ്റെ നാവും നട്ടലുമായ സിദ്ദിഖിനെതിരെ ഗുരുതരാരോപണത്തിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. ആരെയാണോ പകരം ചുമതലയേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെതിരെ തൊട്ടുപിന്നാലെ ആരോപണം വരുന്നു. ഇത് വെറുതെ ആരോപണങ്ങളല്ല, ഇതൊക്കെ പരാതിയിലേക്ക് പോകുന്ന ആരോപണങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇനി ഈ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടലല്ലാതെ മോഹൻലാലിന്റെ മുന്നിൽ വേറെ വഴി എന്താണ്? എന്തായിരുന്നു വേറെ വഴി? അതെ, തീർച്ചയായിട്ടും അവര് പരാതി വന്നാൽ അന്വേഷിക്കാം എന്നുള്ള പോയിന്റിൽ അവർ വീണ്ടും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ പരാതി വരും, പഴയ കാലത്തെ പോലെ പരാതി വരും, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്ത്രീകൾ സംഘടിക്കും എന്നവർ കരുതിയില്ല. പക്ഷെ അത് എന്താ പറയാ, സ്ത്രീകളുടെ ആ ഒരു ശക്തിയാണ് അതിൽ കണ്ടത്. ഇനിയും ഒരുപാട് പേര് വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതൊരു കളക്റ്റീവായിട്ടുള്ള ഈ പരാതികളെല്ലാം ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം വരും. അത് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും ആകാത്തവരെങ്ങനെയാണ് നിയമത്തെ അഭിമുഖീകരിക്കുക? ഈ എഴുതി കൊടുക്കുന്ന ഡയലോഗുകൾ വായിച്ച സിനിമയിലെ അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടി ഹീറോയിസം കാണിക്കുന്ന ഇവരെയൊക്കെ ഇനി ഇവരുടെ സിനിമകൾ കാണുമ്പം ജനങ്ങൾ ഇവരെ കാണുമ്പോൾ തോന്നില്ലേ, ഇയാള് അമ്മയിലെ ആ അതിജീവിതയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞോ, ആ കുറ്റാരോപിതനെ സംരക്ഷിച്ച് നിർത്താനല്ലേ വ്യഗ്രത കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരില്ലേ? ആ കുട്ടിയുടെ മുഖം ഓർമ്മ വരും ഇവരൊക്കെ വില്ലനെ അടിക്കുമ്പോ, ഇല്ലേ? അതാണ് അപ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. അമ്മയിൽ വലിയ സമഗ്രമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ കരുതുന്ന ഒരു തീരുമാനം ആ സംഘടന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അപ്പാടെ രാജിവെക്കുന്നു. പുതിയ ഭരണസമിതി നിലവിൽ വരുന്നത് വരെ ഇത് ഒരു അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. സംഘടനയ്ക്കകത്തെ അംഗങ്ങൾ അടങ്ങുന്ന ഒരു വലിയ വിഭാഗത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, അതിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് വാർത്താക്കുറിപ്പിലൂടെയാണ് മോഹൻലാൽ അടങ്ങുന്ന ആ ഭരണസമിതി അറിയിക്കുന്നത്. അതിൽ കൂടുതൽ പ്രതികരണങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആരും ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അങ്ങനെ പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നൊരു വിലക്ക് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷമുണ്ടായ തുറന്നു പറച്ചിലുകൾ, വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ മലയാള സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൊടുങ്കാറ്റ് എത്ര മാരകമായ തോതിലാണ് താരസംഘടനയെ ബാധിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അപ്പാടെ രാജിവെച്ചൊഴിയുന്നു. പുതിയ ഭരണസമിതി വരുന്നത് വരെ താൽക്കാലിക ഒരു അഡ്ഹോക് കമ്മിറ്റിയായി ആ സമിതി തുടരുകയും ചെയ്യും.